ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആഫ്റ്റർ എ ലോങ് ടൈം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു റിയാദിലൊരു പ്രോഗ്രാമിന് വന്നേക്കുകയാണ്. ഈ പ്രോഗ്രാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ നമുക്ക് ഇന്ന് ഈ വിശേഷങ്ങൾ കാണാം. ലെറ്റ്സ് ഗോ. Hi, hello, namaskaram. A very good evening to all. The most awaited occasion is finally here. I'm so much excited today. First of all, let me introduce myself. I am Shreya Vineet and I'm the host of today's Meticulous event. ആക്ച്വലി നമ്മുടെ പ്രോഗ്രാം ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ്. ഇവിടെ ഇപ്പോഴാണ് ഒരു വിൻ്റർ ഫെസ്റ്റ് പോലെയൊക്കെയാണ് പ്രോഗ്രാം നടന്നത്. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു പാട്ടും ഡാൻസും ആയിട്ട്. എല്ലാതൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ കയ്യിൽ ഉള്ളത് കുറച്ച് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡാൻസ് വെൽക്കം ഡാൻസ് ആയിരുന്നു. നമ്മൾ ചോട്ടാസ് സൂപ്പറായിട്ട് കളിച്ചു. പിന്നെയുള്ള പെർഫോമൻസ് നമുക്ക് കാണാം. മനോഹര രീതിയിൽ ഒരു സോങ് കേൾക്കാം. സോ അതിനായി ഇൻവൈറ്റ് ചെയ്യുന്നു മിസ്റ്റർ സുരേഷ്. ലെറ്റ്സ് വെൽക്കം സുരേഷ് ഓൺ ടു ദ സ്റ്റേജ്. എന്നെ ഈ പ്രോഗ്രാം വിശ്വസിച്ച് ഏൽപ്പിച്ച രണ്ട് വ്യക്തികളിൽ ഒരാളാണ് സുരേഷ് ഏട്ടൻ, വേറൊരാൾ ജലീലിക്ക. അവർ രണ്ടുപേരും ചേർന്നാണ് എനിക്ക് ഈ ഒരു പ്രോഗ്രാം തന്നത്. ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് റിയാദിൽ. ഫസ്റ്റ് ഞാൻ കരുനാഗപ്പള്ളി കൂട്ടായ്മയായ മൈത്രിയുടെ ഒരു പ്രോഗ്രാം കേരളപ്പിറവിക്ക് കേരളീയം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിരുന്നു. ഇത് ആലപ്പുഴ കൂട്ടായ്മയായ ഇവ റിയാദിൻ്റെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ, ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷനിലാണ്. അപ്പോൾ സുരേഷ് ഏട്ടനും ജലീലയ്ക്ക് നല്ല സിംഗേഴ്സ് കൂടെയാണ്. ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസിനും അവരുടെ പാട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ ഒരു ഭാരവാഹി കൂടിയാണ് സുരേഷ് ഏട്ടൻ. അപ്പോൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് നമ്മൾക്കിങ്ങനെ ഒരു അവസരം തന്നതിൽ. അതുപോലെ തന്നെ ഒത്തിരി അവരുടെ തന്നെ ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു. ഡ്യൂവറ്റും സോളോ പെർഫോമൻസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് പാപ്പ ഇല്ലാതെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യില്ല. അപ്പോൾ ക്രിസ്മസ് പാപ്പയൊക്കെ വന്നു സ്റ്റേജിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ സ്പോൺസേഴ്സിന് മൊമെൻറ്റോ കൊടുക്കൽ, പാർട്ടിസിപ്പൻസിന് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ വീഡിയോസൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രന്റെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഗാനമാണ് ഞാൻ ആലപിക്കാൻ പോകുന്നത്. നല്ലൊരു മെലഡി ആയിരുന്നു കേട്ടോ ആ സോങ്. എനിക്കത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി രണ്ട് ടീമിൻ്റെയാണ്. ഒന്ന് നവ്യ ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, പിന്നെ ഒന്ന് വൈദേഹി നൃത്യ വിദ്യാലയം. അവരുടെ ടീംസാണ് ഈ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നത്. അതിൽ ഉറുദു ഡാൻസ്, പഞ്ചാബി ഡാൻസ്, തമിഴ് ഫോക്ക് ഡാൻസ്, സിനിമാറ്റിക്, സെമി ക്ലാസിക്കൽ, മാർഗംകളി, അങ്ങനെ ഒത്തിരി 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 ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അതിലാകെ ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രമാണ് കവർ ചെയ്യാൻ പറ്റിയത്. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പെർഫോം ചെയ്തു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സെഷൻ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ്, അതായത് സമ്മേളനം പോലെ ഉണ്ടായിരുന്നു. നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരെ ആദരിക്കുന്നത്, അവരുടെ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കൾച്ചറൽ ഇവൻറ്റിലേക്ക് കടന്നത്. ഇതിപ്പോൾ ലാസ്റ്റ് വൈൻഡപ്പിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേജിലേക്കൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു. ഓൾ ടോട്ടൽ ഒരു അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.